ഈനാമ്പേച്ചിയെ നേരിട്ട് കണ്ടവർ കുറവാണെങ്കിലും ആരെങ്കിലും കളിയാക്കാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഈനാമ്പേച്ചിക്ക് മരപ്പട്ടിക്കൂട്ട് എന്നത്. നമുക്ക് വലിയ ഇഷ്ടമില്ലാതെ നമ്മുടെ ചില സുഹൃത്തുക്കളുടെ സൗഹൃദത്തെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഉപയോഗിക്കാറ്. എങ്കിലും അപ്പോഴും നമുക്കറിയില്ല ഈനാമ്പേച്ചിയും മരപ്പട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവർ തമ്മിലുള്ള അങ്ങനെയുള്ള ഒരു കൂട്ടുണ്ടോ എന്നും. സത്യത്തിൽ ഈനാമ്പേച്ചിയും മരപ്പട്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല അവരുടെ കാഴ്ചയിലോ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ഒന്നും ഒരു സാമ്യവും ഇല്ല. ഒരു കാര്യത്തിൽ മാത്രമാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യമുള്ളത്. രണ്ടുപേരും ലജ്ജാലുക്കളാണ്. മനുഷ്യന്മാരുടെ ഒക്കെ മുന്നിൽ ഇറങ്ങാൻ വലിയ പേടിയാണ്. കഴിവതും ഒഴിഞ്ഞു മാറുകയേ ചെയ്യുള്ളൂ. രണ്ടുപേരും രാത്രി സഞ്ചരിക്കുന്നവരാണ്. എങ്കിലും ഈനാമ്പേച്ചികൾ എന്ന് പറയുന്ന ജീവി വലിയ പ്രതിസന്ധിയിലുള്ള ഒരു ജീവിയാണ്. വളരെ കുറച്ചെണ്ണം മാത്രമേ ഇപ്പോഴും നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളൂ. വളരെ അപൂർവമായിട്ടേ അവയെ കാണാനും കിട്ടുള്ളൂ. പക്ഷേ മരപ്പട്ടി എന്ന് വിളിക്കുന്ന ജീവി പാംസിവറ്റാണ്. പരങ്ങളുടെ മുകളിലൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാകുക. അതിന് കള്ളുണ്ണി എന്നൊക്കെ പേരുണ്ട്. ഇതും നമ്മുടെ വെരുക് എന്ന് വിളിക്കുന്ന ജീവിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അവ രണ്ടും രണ്ട് തരം ജീവികളാണ്. പക്ഷേ പേരിലൊരു സിവറ്റ് ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വെരുകിനെ പറ്റിയിട്ടും കല്ലുണ്ണിയെ പറ്റിയിട്ടും വ്യത്യസ്തമായിട്ടുള്ള 2 വീഡിയോകൾ നമുക്ക് ഉടനെ തന്നെ ചെയ്യാവുന്നതാണ്. നമുക്ക് വീണ്ടും നമ്മുടെ ഈനാമ്പേച്ചിയും മരപ്പട്ടിയും തമ്മിലുള്ള കൂട്ടിലേക്ക് തന്നെ പോവാം. ഈനാമ്പേച്ചി എന്ന് പറയുന്ന ഒരു എരണം കെട്ട പേര് ഇതിന് എങ്ങനെയായിരിക്കും കിട്ടുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. തമിഴിൽ നിന്നൊക്കെ പറയുന്ന പേശുക എന്നൊക്കെ പറയുന്ന പോലെ പേച്ച് എന്ന് പറയുന്നത് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സംസാരിക്കുക, വർത്തമാനം പറയുക എന്നുള്ളതിന്. ശബ്ദം വ്യക്തമാകാത്ത വിധത്തിൽ പിറുപിറുക്കുക, അല്ലെങ്കിൽ അർത്ഥമൊന്നും മനസ്സിലാകാത്ത വിധത്തിൽ പിരിപിരിപിര വർത്തമാനം പറയുന്ന പേരായിരിക്കും പേച്ച് എന്നുള്ളത്. ഇതിന് പെനിക എന്ന് മലബാറിലൊക്കെ പറയും. അങ്ങനെ കാരണമൊന്നും ഇല്ലാതെ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പേന കൂടിയതാണ് എന്നും ഇവിടെയൊക്കെ പറയാറുണ്ട്. പേന, മാടൻ, മറുത എന്നൊക്കെ വിളിക്കുന്നത് ഈ ഗതി കിട്ടാത്ത ആത്മാവുകൾ ഇങ്ങനെ അലഞ്ഞുകൂടുകയും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ കയറുകയും ചെയ്യുന്നതായിട്ടൊക്കെ ആയിരുന്നു പഴയ കാലത്തെ വിശ്വാസം. അപ്പോൾ ഈനാമ്പേച്ചിയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഉറുമ്പും ചെതലുകളുമാണ്. അപ്പോൾ ഇത് അന്വേഷിച്ചിട്ട് മണ്ണിലൊക്കെ കൂടിയിട്ട് ഇങ്ങനെ മൂക്ക് കൊണ്ട് മണത്ത് പല ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി ചീറ്റിയും തെറിപ്പിച്ചും ഒക്കെ ഇങ്ങനെ പിരിപിരിപിരാ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഈ നടത്തം കണ്ടിട്ട് പഴയ ആൾക്കാരാരോ ആ ശബ്ദത്തിന് കൊടുത്ത പേരായിരിക്കും പേച്ച് എന്നുള്ളത്. അതിൻ്റെ കൂടെ ഒരു ഈനാമും കൂടി ചേർത്ത് ഈനാം പേച്ചി എന്നുള്ള പേര് വന്നതാവും. ഇത്തിൽ മുള്ളൻ എന്നൊരു പേര് ചില പ്രദേശങ്ങളിൽ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അതായിരിക്കും ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തരം പുറത്തുള്ള ഈ ശൽക്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇത്തിൽ മുള്ളു പോലെ തന്നെയാണെന്ന് തോന്നുക. നമുക്ക് ഒരു പൈനിൻ്റെ ഒക്കെ കായുടെ രൂപമാണ് ഇതിൻ്റെ ശരീരത്തിന് മൊത്തത്തിൽ ഉരുണ്ട് നിൽക്കുമ്പോഴൊക്കെ തോന്നുക. തണുപ്പ് കാലത്തൊക്കെ ചില ആൾക്കാർ പായലൊക്കെ ചുരുണ്ടുകൂടി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അള്ളോൻ ചുരുണ്ട പോലെയുണ്ട് എന്ന് പറയാറുണ്ട്. ഈനാമ്പേച്ചികൾ ചുരുണ്ട് കിടക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു രൂപം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വന്നത്. ഇതും കൂടാതെ ഉരുണ്ട് ചക്കി എന്നുള്ളൊരു പേര് കൂടി ചില പ്രദേശങ്ങളിൽ ഇതിന് പറയാറുണ്ട്. അപ്പോൾ എനിക്കറിയുന്ന 3-4 പേരുകളാണ് ഇപ്പോഴും പറഞ്ഞത്. നിങ്ങളിൽ പലർക്കും ഇതിൻ്റെ മറ്റു പേരുകൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പല പ്രദേശങ്ങളിലും പല നാടൻ പേരുകൾ ഈ ഈനാമ്പേച്ചിക്ക് ഉണ്ടാവും. അത്തരത്തിലുള്ള അറിവുകളുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്തണം. നമുക്ക് അതുകൂടി നമ്മുടെ അറിവുകളിലേക്ക് ചേർക്കാം. എന്തായാലും കാഴ്ചയിൽ കണ്ടാൽ ആളൊരു പ്രശ്നക്കാരനാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു സൗന്ദര്യമാണ് ഇതിന് കിട്ടിപ്പോയത്. അതുകൊണ്ടായിരിക്കും ഇത്രയധികം പേരുകൾ ഈ ജീവിക്ക് വന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചുരുളി സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ തുടക്കത്തിൽ ടൈറ്റിലുകൾ കാണിക്കുമ്പോഴുള്ള മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമുണ്ട്. എല്ലാവരെയും വഴിതെറ്റിച്ച് വിടുന്ന പെരുമാടനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു തിരുമേനി കൊട്ടയുമായിട്ട് കാട്ടിലേക്ക് പോകുന്ന രംഗമാണ് ആദ്യം. വഴിയിൽ പന്ത് പോലെ എന്തോ കിടക്കുന്നത് കണ്ട് പിള്ളേർക്ക് കളിക്കാനാവട്ടെ എന്ന് കരുതി അതുമെടുത്ത് കൊട്ടയിലിട്ടാണ് തിരുമേനി നടക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊട്ടയിൽ ഒരു അനക്കം. തലയിലിരിക്കുന്നത് മാടനാണെന്ന് തിരുമേനി അറിയുന്നില്ലല്ലോ. മാടനായിരുന്നു പന്ത് പോലെ ഈനാമ്പേച്ചി രൂപത്തിൽ വഴിയിൽ കിടന്നത്. കോട്ടയിൽ നിന്ന് ആ വഴി പോ ഈ വഴി പോ എന്നൊക്കെ പറഞ്ഞ് തിരുമേനിയെ വഴിതെറ്റിച്ചിട്ട് ഇപ്പോഴും ആ തിരുമേനി കാട്ടിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ അപകടം വന്നാൽ ഉടനെ തന്നെ അതിൻ്റെ തല കൈകൾ കൊണ്ട് മൂടി ശരീരം വളച്ച് വയറിനടിയിലേക്കാക്കി ഉറപ്പുള്ള കവചശൽക്കങ്ങൾ മാത്രം പുറമെ കാണുന്ന വിധത്തിലായിട്ട് ഉരുണ്ട് പന്ത് പോലെ കഴിയും. സാധാരണഗതിയിൽ വളരെ പതുക്കെയാണ് ഇവ നടന്നു പോകുക. ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് വേഗത്തിൽ ഓടാനോ രക്ഷപ്പെടാനോ ഒന്നുമുള്ള ഒരു കഴിവും ഈ പാവത്തിനില്ല. ഉറപ്പുള്ള ശൽക്കങ്ങളൊക്കെയുള്ള ഈ പുറം ഭാഗമൊക്കെ ആയിട്ട് ഇവരിങ്ങനെ നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോഴും നമുക്ക് തോന്നുന്നത് ഇതൊരു മുതലക്കുഞ്ഞാണെന്നൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഉടുമ്പിൻ്റെ കുഞ്ഞിനെ പോലെ കരുത്തനായിട്ടുള്ള ഒരാളാണെന്നാണ്. പക്ഷേ അവരൊക്കെ റെപ്റ്റൈൽസ് ആണ്, അതായത് ഉരഗങ്ങൾ, മുട്ടയിട്ട് വംശവർധന നടത്തുന്ന ജീവികൾ. ഈ ഈനാമ്പേച്ചി നമ്മളെപ്പോലെയാണ്, സസ്തനിയാണ്, പ്രസവിച്ച് കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുന്ന ഒരു ജീവി.
ശത്രുക്കളിൽ നിന്നും അതിജീവിക്കാനായിട്ട് പരിണാമ വഴിയിൽ ആർജിച്ചതാണ് ഈ ബോൾ പോലെ ആകാനുള്ള ഈ കഴിവ്. ദക്ഷിണ അമേരിക്കക്കാരായിട്ടുള്ള അർമാഡിലോകളും ഇതുപോലെ തന്നെയാണ്, ബോൾ പോലെ ശരീരം ഉരുട്ടി വെക്കാൻ കഴിവുള്ളവരാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയമുള്ളവരാണ് തേരട്ടകൾ എന്ന് വിളിക്കുന്ന മില്ലിപ്പെട്ടുകൾ. അവ തൊട്ട് കഴിയുമ്പോൾ തന്നെ അരിനുറുക്ക് പോലെ ചുരുണ്ട് കൂടുന്നത് നമുക്ക് കാണാം. പന്തട്ട, ബോളട്ട എന്നൊക്കെ വിളിക്കുന്ന പിൽമില്ലിപ്പെട്ടുകളുണ്ട്. അവ ശരിക്കും ബോൾ പോലെ തന്നെ ഒരു ഗോട്ടി പോലെയൊക്കെ പൂർണ്ണമായിട്ടും ഉരുണ്ട് കൂടി ഉരുണ്ട് കളിക്കും. ഇവയൊക്കെ അവരുടെ ഏറ്റവും മൃദുലമായിട്ടുള്ള ശരീരഭാഗങ്ങൾ ഇരപിടിയന്മാർക്ക് ഒരിക്കലും എത്താത്ത വിധത്തിൽ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ശരീരം ചുരുട്ടി വെക്കുന്നത്. ഈനാമ്പേച്ചികളെ സംബന്ധിച്ചിടത്തോളം തലയും അടിഭാഗവും കൈകാലുകളുടെ ഉൾഭാഗവും ഒക്കെ മൃദുലമാണ്. അവിടെ എങ്ങാനും പിടികിട്ടിക്കഴിഞ്ഞാൽ കടുവകൾക്കോ പുലികൾക്കോ കാട്ടുനായികൾക്കോ ഒക്കെ ഇതിനെ കൊല്ലാനും പറ്റും. പക്ഷേ അവിടെ പിടികൊടുക്കാത്ത വിധത്തിൽ കവചകുണ്ടലം പോലെ ഈ ഉറച്ച പാളികൾ മാത്രം പുറമേ ആകുന്ന വിധത്തിൽ ചുരുണ്ടുകൂടലാണ് ഇവരുടെ വഴി. ചിലപ്പോൾ ഇവരുടെ വാലിൻ്റെ അഗ്രഭാഗത്തുള്ള ഒരു ശൽക്കം കൊണ്ട് വലിയ ഗുണ്ടകളൊക്കെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്ന പോലെ അത് ചുഴറ്റിയും ഭയപ്പെടുത്താൻ ശ്രമിക്കും. എന്നിട്ട് രക്ഷയില്ലെങ്കിൽ ചത്തതുപോലെ കിടക്കും, ഉരുണ്ട് അനങ്ങാതെ കിടക്കും. പുലിയും കടുവയും ഒക്കെ ഇവയെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ തേങ്ങ കിട്ടിയതുപോലെ തട്ടിമുട്ടി കളിച്ച് കുറച്ചു നേരം നോക്കി ഒഴിഞ്ഞു പോകും. കടിച്ചിട്ടും മാന്തിയിട്ടും ഒരു കാര്യവുമില്ല, പല്ലും നഖവും പോയത് മാത്രം ബാക്കി. പങ്കോളിൻ എന്ന ഇംഗ്ലീഷിൽ പേരുള്ള ഇവരുടെ 8 സ്പീഷീസുകളാണ് ലോകത്തെങ്ങുമായിട്ടുള്ളത്. 4 ഏഷ്യയിലും 4 ആഫ്രിക്കയിലും. മാനിസ് ക്രോസിക്കോഡേറ്റ എന്ന് വിളിക്കുന്ന ഇന്ത്യൻ ഈനാമ്പേച്ചിയാണ് അതിലൊന്ന്. നമ്മുടെ ഇവിടെയൊക്കെ അതാണുള്ളത്. അതുകൂടാതെ മാനിസ് കുളിയോനെൻസിസ് എന്ന് വിളിക്കുന്ന ഫിലിപ്പീൻ ഈനാമ്പേച്ചി, മാനിസ് ജവനിക്ക എന്ന് വിളിക്കുന്ന സുണ്ട ഈനാമ്പേച്ചി, മാനിസ് പെൻഡാഡാക്റ്റില എന്ന് വിളിക്കുന്ന ചൈനീസ് ഈനാമ്പേച്ചി. അങ്ങനെ 4 ഏഷ്യയിലുള്ളത്. ആഫ്രിക്കയിലുള്ള 4 ഇനങ്ങൾ ഫെൻഡഗിനസ് ടെട്രാഡാക്റ്റില എന്ന് വിളിക്കുന്ന കരിവയറൻ ഈനാമ്പേച്ചി, ഫട്ടഗിനസ് ട്രിക്കസ്പിസ് എന്ന് വിളിക്കുന്ന വെള്ളവയറൻ ഈനാമ്പേച്ചി, ഭീമൻ നീല ഈനാമ്പേച്ചി എന്ന് വിളിക്കുന്ന സ്മുട്സിയ ജൈജാൻഡിയ, കൂടാതെ ടെമ്മനിക്കിന്റെ നില ഈനാമ്പേച്ചി എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ടെമ്മനിക്സ് ഗ്രൗണ്ട് പാങ്കോളിൻ, സ്മുട്സിയ ടെമിനിക്കി എന്നിവയാണ് ഈ 4 ഇനങ്ങൾ. ഇന്ത്യയിൽ മാനിസ് ക്രോസിക്കോഡേറ്റ കൂടാതെ ചൈനീസ് ഇനമായിട്ട് മാനിസ് പെൻഡാഡാക്റ്റില കൂടി നമ്മുടെ വടക്കുകിഴക്കൻ സ്റ്റേറ്റുകളിൽ കാണാറുണ്ട്. ഫോളിഡോട്ട എന്ന ഓർഡറിൽ മനിഡെ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് പാങ്കോളിൻസ്. നമ്മുടെ ഈ ഈനാമ്പേച്ചിക്ക് തന്നെ മറ്റ് പല പേരുകൾ, തിക് ടൈൽഡ് പാങ്കോളിൻ, സ്കെയിലി ആൻഡീറ്റർ എന്നൊക്കെയുള്ള പേരുകൾ കൂടി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഈനാമ്പേച്ചി സാധാരണയായിട്ട് മണ്ണിൽ മാത്രം ഇര തേടുന്നവരാണ്. പക്ഷേ ഫിലിപ്പീൻ ചൈനീസ് ഇനങ്ങൾ മരങ്ങളുടെ മുകളിൽ കൂടി ഇര തേടും. കൂടാതെ അവ രാത്രിക്ക് പകരം പകൽ സജീവമാകുന്നവയും കൂടിയാണ്. അതുപോലെ മരം കയറുന്ന ഈനാമ്പേച്ചികൾ അവയുടെ വാലുകൾ ഉറുമ്പിൻ കൂടൊക്കെയുള്ള മരക്കമ്പുകളിൽ ചുറ്റിപ്പിടിച്ച് അതിനെ കൊണ്ട് വലിച്ച് ആ കമ്പ് താഴോട്ട് കൊണ്ടുവന്ന് അതിലേക്ക് ഉറുമ്പിൻകൂട്, നമ്മുടെ നീറിൻ്റെ ഒക്കെ കൂട് പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഉറുമ്പിൻ്റെ മുട്ടകളും ലാർവകളെയും ഒക്കെ ഭക്ഷണമാക്കും. കെരാറ്റിൻ കൊണ്ട് നിർമ്മിച്ചതാണ് ഇവരുടെ പുറത്തുള്ള ലോഹ സമാനമായിട്ടുള്ള ഈ ശൽക്കങ്ങൾ. ഈ ശൽക്കങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൃത്യമായിട്ട് നിരയായിട്ടായിരിക്കും ക്രമീകരിച്ചിരിക്കുക. 11 മുതൽ 13 നിര വരെ ശൽക്കങ്ങൾ ഇവർക്കുണ്ടാവും. അങ്ങനെ ശരീരത്തിൽ മൊത്തം 160 തൊട്ടിട്ട് 200 വരെ എണ്ണം ശൽക്കങ്ങളും ഉണ്ടാവും. നമ്മുടെ ഇന്ത്യൻ പാങ്കോളിൻസിൻ്റെ വാലിൻ്റെ അഗ്രത്തുള്ള ഒരു ശൽക്ക ചൈനീസ് പാങ്കോളിൻസിന് കുറവായിരിക്കും. ശത്രുക്കളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നീളൻ നഖങ്ങളുള്ള മുൻകൈകൾ കൊണ്ട് തല പൊത്തിപ്പിടിച്ച് വയറിനുള്ളിലേക്ക് ഒതുക്കിയാണ് ഇത് ബോൾ പോലെ ആകുന്നത്. അപ്പോഴേ ശരീരത്തിൻ്റെ പുറം മുഴുവൻ ഈ ലോഹ കവചമുള്ള ശൽക്കങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചുരുണ്ടുകൂടാൻ സഹായിക്കുന്നത് പോലെ തന്നെ ഇവയുടെ നിറവും ഇവർക്ക് ഒരു സഹായകരമാണ്. അതായത് മണ്ണിൻ്റെ അതേ നിറമായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇവയെ കാഴ്ചയിൽപ്പെടില്ല. ഇത്തരത്തിലുള്ള കവച ശൽക്കങ്ങളുള്ള ഏക സസ്തനിയാണ് പാങ്കോളിൻ. ഏകാന്ത ജീവിതം നയിക്കുന്നവരും നാണം കുണുങ്ങികളും രാത്രി സഞ്ചാരികളുമാണ് പാങ്കോളിൻ എന്ന് പറഞ്ഞല്ലോ. 1 മീറ്ററിനടുത്ത് നീളവും 10-15 കിലോഗ്രാം ഭാരവും ഉണ്ടാവും ഒരു പാങ്കോളിന്. പെണ്ണീനാമ്പേച്ചികളെക്കാളും വലിപ്പം കൂടുതലാണ് ആണീനാമ്പേച്ചികൾ. പെണ്ണീനാമ്പേച്ചികൾക്ക് ഒരു ജോഡി മുലകൾ കൂടി ഉണ്ടാവും. കോണാകൃതിയിലുള്ളതാണ് ഇവയുടെ തല, അതിൽ കുഞ്ഞു കണ്ണുകളും ഉണ്ടാവും. ഈ മുൻകാലുകളിലുള്ള നഖങ്ങൾ എന്ന് പറയുന്നത് പല വലിപ്പത്തിലായിരിക്കും. 3 നഖങ്ങളാണ് ഉണ്ടാവുക. വളരെ നീളമുള്ളതാണ്, കൂർത്തതാണ്, വളരെ ശക്തിയുള്ളതാണ്. ഈ നഖങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉറപ്പുള്ള മണ്ണും പുറ്റുകളും ഉറുമ്പിൻകൂടുകളും ഒക്കെ മാന്തി പൊളിക്കുന്നതും മരത്തടിയും ഒക്കെ പൊളിച്ചെടുത്ത് അതിനുള്ളിലുള്ള ചതലുകളെയൊക്കെ ഇവ തിന്നുന്നതും. അതേസമയം പുറകിലെ കാലുകളിൽ നീളം കുറഞ്ഞ കുഞ്ഞു നഖങ്ങളാണുള്ളത്. കൂടാതെ അതിലൊരു പാഡും കൂടി ഉണ്ടാവും. മുൻകാല് കൊണ്ട് മാന്തി പൊളിക്കുമ്പോൾ പുറകിലെ കാല് കൊണ്ടാണ് ഈ മണ്ണും ഒക്കെ പുറകിലേക്ക് തെറിപ്പിച്ചിട്ട് വലിയ മാളങ്ങളൊക്കെ ഇവ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ നടത്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ മുന്നിലെ നഖങ്ങൾ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് അതിൽ അമർത്തിയാണ് ഇവ നടക്കുക. പിൻകാലുകൾ അതേസമയം അവയുടെ പാഡുകൾ
പൂർണ്ണമായിട്ടും നിലത്ത് അമർത്തി തന്നെയാണ് പിടിക്കുക. ചില സമയങ്ങളിൽ ഇവർ രണ്ട് കാലിൽ നിൽക്കും, അതായത് മുൻകാലുകൾ ഉയർത്തിപ്പിടിച്ച് പുറകു കാലിൽ മാത്രമായിട്ട് നിൽക്കുകയും അല്പമൊക്കെ നടക്കുകയും ചെയ്യും. അരിമണിയേക്കാളും ചെറിയ ഉറുമ്പുകളെയും ചെതലുകളെയും എത്ര എണ്ണം തിന്നിട്ടായിരിക്കും ഈ പാവം പങ്കോളിൻ്റെ വയറ് നിറയുക എന്ന് നമ്മൾ അത്ഭുതപ്പെടും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള സ്ലോത്ത് ബെയറുകൾ എന്ന് പറയുന്ന കരടികളുടെയും പ്രധാന ഭക്ഷണം ഈ ചെതലുകളും ഉറുമ്പുകളും ഒക്കെ തന്നെയാണ്. എന്നിട്ട് അവരും വയറ് നിറക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെതലുകളെയും ഉറുമ്പുകളെയും ഒക്കെ വിരൽ കൊണ്ട് പൊറുക്കി തിന്നുകയല്ല ഇവർ ചെയ്യുന്നത്, ഇവർ നാവ് കൊണ്ടാണ് ഈ ചെതലിനെയും ഉറുമ്പിനെയും പിടിക്കുന്നത്. ഇവയുടെ തലയുടെ അത്ര തന്നെ നീളമുള്ളതാണ് ഇവയുടെ നാവുകൾ. അതും കൂടാതെ ഉമിനീരൊക്കെ പശ പോലെയുള്ളതാണ്. പശിമയുള്ള ഈ നാവ് ദ്വാരങ്ങളിലേക്കും വിള്ളലുകളിലേക്കും ഒക്കെ ഇറക്കി കൊടുത്തിട്ട് അതിൽ പറ്റുന്ന ഉറുമ്പുകളെയും ചെതലുകളെയും വലിച്ചെടുത്ത് അകത്താക്കുന്നതാണ് ഇവരുടെ ഭക്ഷണ രീതി. ഒരു ദിവസം 140 തൊട്ട് 200 ഗ്രാം വരെ ഉറുമ്പുകളെയും ചെതലുകളെയും ഇവർ അകത്താക്കും. ഉറുമ്പുകളും ചെതലുകളും ജീവൻ മരണ പോരാട്ടത്തിനിടയിൽ ഈ നാവിൽ മാത്രമല്ലാതെ കടിക്കാൻ കിട്ടുന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ണാണല്ലോ. ഇങ്ങനെ ഉറുമ്പ് കടിയോ ചെതല് കടിയോ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവയുടെ കണ്ണുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കവറുണ്ട്, ഒരു പ്രത്യേക കൺപോളയുണ്ട്. ഇവയുടെ വായിൽ പല്ലില്ല, പങ്കോളിയും ചവക്കുന്ന പ്രശ്നമേ ഇല്ല, തിന്നത് മുഴുവൻ അതേപോലെ വിഴുങ്ങുക ചെയ്യുക. അപ്പോൾ ഇവയുടെ ദഹനം വേറൊരു കൗതുകകരമായിട്ടുള്ള കാര്യം കൂടി നടക്കുന്നുണ്ട്. നാവ് വലിച്ചെടുക്കുമ്പോൾ അതിൽ ചെതലുകൾക്ക് ഒപ്പം തന്നെ നാവുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചരൽക്കല്ലുകളും മണലും മണ്ണും ഒക്കെ ഉള്ളിലാവുകയും ചെയ്യും. ഈ മണലിൻ്റെയും ചരലിൻ്റെയും ഒക്കെ സഹായം ദഹനത്തിന് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ കൂട്ടി കുഴച്ച് അരച്ചിട്ടാണ് ഈ മസിലുകൾ ഉരുട്ടി ഭക്ഷണത്തെ പൊടിക്കുന്നത്. ഈ ആരോഗ്യ കേന്ദ്രത്തിന് ഗിസാഡ് എന്നാണ് പറയുക. അതുകൂടാതെ ഇതിൻ്റെ ആമാശയത്തിൽ കെരാറ്റിൻ കൊണ്ട് നിർമ്മിച്ച മുള്ളുകൾ പോലെയുള്ള ഒരു ഭാഗങ്ങളും കൂടി ഉണ്ടാവും. കോൺക്രീറ്റ് മിക്സർ പോലെ നന്നായിട്ട് ഇവയൊക്കെ ഇളകി ചേരാൻ വേണ്ടിയിട്ട് ഈ കെരാറ്റിൻ മുള്ളുകൾ സഹായിക്കുന്നുമുണ്ട്. ഈനാമ്പേച്ചികളുടെ കാഴ്ചശക്തി വളരെ മോശമാണ്. പക്ഷേ അതിന് പകരമായിട്ട് ഇവയുടെ മണം അറിയാനുള്ള കഴിവും കേൾവിയും സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മണമാണ് ഇവരുടെ ഭക്ഷണം തേടുന്നതിന് സഹായിക്കുന്നത്. മണ്ണിനടിയിൽ വളരെ ആഴത്തിലുള്ള ചെതലിൻ്റെ കൂടുകളും ഉറുമ്പിൻ കൂടുകളും ഒക്കെ മണത്താണ് ഇവ മാന്തി പൊളിക്കുന്നത്. ഒരു വർഷം 10 കോടി ചെതലുകളെ ഒരു ഈനാമ്പേച്ചി ഭക്ഷണമാക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെതലുകളുടെയും ഉറുമ്പുകളുടെയും എണ്ണം പെരുകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇവ എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഏകാന്ത സഞ്ചാരികളായിട്ടുള്ള ഈനാമ്പേച്ചികൾ ഇണചേരൽ കാലത്ത് മാത്രമേ നമ്മൾ ജോഡിയായിട്ട് കാണുകയുള്ളൂ. ഇണചേരലിന് പ്രത്യേക സീസൺ ഒന്നുമില്ല. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഇണചേരൽ. ആണ് ഈനാമ്പേച്ചി പെണ്ണിനെ അന്വേഷിച്ച് നടപ്പൊന്നുമില്ല. അതേസമയം അവ മൂത്രവും മലവും ഒക്കെ തൂവി അതിൻ്റെ ടെറിട്ടറി ഞാനിവിടെ ഉണ്ടേ എന്നുള്ള വിവരം അറിയിക്കുകയാണ് ചെയ്യുന്നത്. ആ മണം പിടിച്ച് ഇണചേരൽ പ്രായമായ പെണ്ണീനാമ്പേച്ചി അവിടേക്ക് വരികയാണ് ചെയ്യുക. ചില ഘട്ടങ്ങളിൽ ഒരു പെണ്ണീനാമ്പേച്ചിക്ക് വേണ്ടിയിട്ട് 2 ആൺ ഈനാമ്പേച്ചികൾ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ കടുത്ത മത്സരം തന്നെ അവിടെ നടക്കും. ഇവർ തമ്മിൽ ഗതായുദ്ധം പോലെ ഇവരുടെ വാലുകൾ ചുഴറ്റി അതിൻ്റെ അഗ്രത്തിലുള്ള ശൽക്കങ്ങൾ കൊണ്ട് അടികൂടുന്നത് കാണാം. ഓരോ സ്പീഷീസുകൾക്കനുസരിച്ചിട്ട് ഗർഭകാലത്തിലും വ്യത്യാസമുണ്ട്. 70 ദിവസം തൊട്ട് 140 ദിവസം വരെയുള്ള വ്യത്യസ്ത ഗർഭകാലങ്ങൾ പല സ്പീഷീസുകളിൽ കാണുന്നുണ്ട്. ആഫ്രിക്കൻ ഈനാമ്പേച്ചികൾക്ക് ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞു മാത്രം ഉണ്ടാകുമ്പോൾ ഏഷ്യൻ ഈനാമ്പേച്ചികൾക്ക് 1 മുതൽ 3 വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 6 ഇഞ്ച് നീളവും 450 ഗ്രാമിൽ കുറവ് മാത്രം ഭാരമുള്ള കണ്ണ് കീറിയ കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുക. ഈ പ്രസവ സമയം ഈ ശൽക്കങ്ങൾ വളരെ മൃദുവായിരിക്കും. കോഴി മുട്ടയിടുന്നത് പോലെ പുറന്തോട് കട്ടിയാകാത്തതുപോലെ ഇവയുടെ ശൽക്കങ്ങളും മൃദുലമായിരിക്കും. അല്ലെങ്കിൽ പ്രസവം അസാധ്യമാണല്ലോ. കൂടാതെ മൃദുവായിട്ടുള്ള ഈ ശൽക്കങ്ങൾ വെളുത്ത നിറത്തിലുമായിരിക്കും. കുറച്ച് ദിവസം കൊണ്ട് അത് ഉറച്ച് ഇരുണ്ട നിറത്തിലേക്ക്, സാധാരണ മുതിർന്ന ഈനാമ്പേച്ചികളുടെ ശൽക്കങ്ങളുടെ നിറത്തിലേക്ക് മാറും. ദിവസങ്ങളോളം അമ്മ ഈനാമ്പേച്ചി കുഞ്ഞുങ്ങൾ വയറോട് ചേർത്ത് പിടിച്ച് മുലയൂട്ടിക്കൊണ്ടാണ് കൂടിനുള്ളിൽ കഴിയുക. എന്തെങ്കിലും അപകടം വന്നാൽ ഉടനെ തന്നെ ഈ കുഞ്ഞ് വയറോട് ഒട്ടിപ്പിടിച്ച് അമ്മ ഇതിനുള്ളിൽ ഒളിച്ചു വെച്ച് ബോൾ പോലെ ചുരുണ്ട് കിടക്കും. ഇത്തിരിയൊക്കെ നടക്കാനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ വാല് പിടിച്ച് ഈ മാളത്തിനുള്ളിൽ തന്നെ കുറേശ്ശെ പിച്ച വെച്ച് തുടങ്ങും. ഇവ 1 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ അമ്മയുടെ പുറത്ത് കയറിയിട്ട് മാളത്തിന് പുറത്തേക്ക് ഇവ വരും. അങ്ങനെ പുറം ലോകം ആദ്യമായിട്ട് കാണും. 3 മാസം വരെ അമ്മ ഈനാമ്പേച്ചി കുഞ്ഞുങ്ങളെ മുലയൂട്ടും. ഒരു 2 വയസ്സൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, വളർച്ച പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ ഉപേക്ഷിച്ച് ഈ മക്കൾ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഈനാമ്പേച്ചിയുടെ മാംസത്തിനും ഇവയുടെ കവച ശൽക്കങ്ങൾക്കും വേണ്ടിയിട്ടാണ് വ്യാപകമായിട്ട് ഇവയെ വേട്ടയാടുന്നത്. വളരെ പണ്ട് മുതൽ തന്നെ ചൈനക്കാർ ഇത് ലൈംഗിക ഉത്തേജന ശേഷി നൽകാൻ പറ്റുന്ന ഒരു ഔഷധമായിട്ടാണ് ഈ പങ്കോളിൻ്റെ ചെതുമ്പലുകളെയും മാംസത്തെയും കണ്ടിരുന്നത്. പക്ഷേ ശാസ്ത്രീയമായിട്ട് ഇതുവരെ തെളിയിക്കപ്പെടാത്ത ഒരു കാര്യമാണ് ഇവയുടെ മാംസത്തിനോ ഇവയുടെ ശൽക്കങ്ങൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ള മെഡിസിനലായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ളത്. എങ്കിലും ലോകത്ത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തപ്പെടുന്ന
മൃഗം ഇതാണ്. ചൈന മാത്രമല്ല, വിയറ്റ്നാം, അതേപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള ഘാന, നൈജീരിയ എന്നിവിടങ്ങളിലൊക്കെ ഇവയുടെ മാംസത്തിന് വേണ്ടിയിട്ടും അവരുടെ പാരമ്പര്യ വൈദ്യത്തിൽ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാനായിട്ട് വ്യാപകമായിട്ട് ഇപ്പോഴും കൊല്ലുന്നുണ്ട്. ഇവയുടെ തൊലി ഉപയോഗിച്ചുകൊണ്ട് ബാഗുകളും ഷൂസുകളും ഉണ്ടാക്കാൻ വേണ്ടി പോലും ഈ പാവം ജീവികളെ ഇപ്പോഴും കൊല്ലുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്ന വൈൽഡ് ആനിമൽ എന്ന് പറയുന്നത് പാങ്കോളിനാണ്. ഇപ്പോഴും ചൈനയിലെയും വിയറ്റ്നാമിലെയും പാരമ്പര്യ വൈദ്യത്തിൽ ഇവക്ക് വലിയ തോതിലുള്ള ഔഷധ മൂല്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഈ വിശ്വാസമാണ് ഇവരെ ലോകത്തെ ഏറ്റവും നിർഭാഗ്യവാന്മാരായിട്ടുള്ള സസ്തനിയായിട്ട് മാറ്റിയത്. 2019 മാത്രം 1,95,000-ഓളം പാങ്കോളിനെയാണ് ചൈനയിലേക്ക് കള്ളക്കടത്തായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പാരമ്പര്യ വൈദ്യത്തിൽ പാങ്കോളിൻ്റെ ശൽക്കങ്ങളെയോ ഇറച്ചിയോ ഉപയോഗിക്കുന്നത് ചൈനയിൽ നിരോധിച്ചിട്ടുണ്ടെങ്കിലും വ്യാപകമായിട്ട് കള്ളക്കടത്തായിട്ട് ഇവ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊറോണ വൈറസ് ആദ്യമായിട്ട് മനുഷ്യരിലെത്തിയത് ചൈനയിലെ ഈ തരത്തിലുള്ള ആനിമൽ മാർക്കറ്റുകളിൽ നിന്ന് പാങ്കോളിൻ വഴിയാണ് എന്ന് ആദ്യം വിശ്വസിച്ചിരുന്നു. പിന്നീടുള്ള പരിശോധനയിൽ ഇവയിലുള്ള വൈറസും മനുഷ്യരുള്ള വൈറസും RNA-യിൽ 92% മാത്രമാണ് സാമ്യമുള്ളത് എന്ന് തിരിച്ചറിയപ്പെട്ടു. അതോടെ ആ തെറ്റിദ്ധാരണ മാറി. സാർസ് രോഗം പടർന്നു പിടിച്ച കാലത്ത് മരപ്പട്ടികളിലൂടെയാണ് ഇത് പടർന്നത് എന്നുള്ള അറിവിനെ തുടർന്നിട്ട് വ്യാപകമായിട്ട് മരപ്പട്ടികളെ കൊന്നിരുന്നു. അതുപോലെ ഈ ഒരു കാരണത്താൽ കൊറോണ വന്ന കാലത്ത് തന്നെ വ്യാപകമായിട്ട് ഈനാമ്പേച്ചികളെ കൊന്നെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇവയല്ല കാരണക്കാർ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇവയെ അന്ന് കൊല്ലാതെ വിട്ടു എന്ന് മാത്രം. അല്ലെങ്കിൽ കോവിഡ് തന്നെ ഇവരുടെ കുലം മുടിക്കാൻ ഒരു കാരണമാകുമായിരുന്നു. എന്തായാലും ഈനാമ്പേച്ചിയെ നമുക്ക് എന്തെങ്കിലും കാണാനുള്ള ഒരവസരം കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ ഇനി ബാക്കിയുള്ള ഈനാമ്പേച്ചികളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നിട്ടിറങ്ങണം. എവിടെയെങ്കിലും ഈനാമ്പേച്ചികളെ കണ്ടു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നുള്ള ഓർമ്മ വേണം. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. വളരെ ചെറിയ പ്രാണികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ചുറ്റുമുള്ള ജീവലോകം പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത ജീവിയുമായിട്ട് ഉടൻ വരാം. അതുവരെ വണക്കം.